ഹലോ എടി ശോഭേ, ഞാൻ മനഃപൂർവ്വം അല്ലടി. ഇവിടെ ഉത്സവം നടക്കല്ലേ, എനിക്ക് ഫോൺ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ഇന്ന് ഉത്സവത്തിന് ആരാ ഗാനമേള പാടുന്നേന്ന് അറിയാവോ? ടോപ്പ് സിംഗറിൽ 1 കോടി വിൻ ചെയ്ത വിവേക. പിന്നെ അത് മാത്രല്ല, വിവേക് ഇവിടുന്നാ ഇന്ന് വൈകിട്ട് ഭക്ഷണവും കഴിക്കുന്നേ. എല്ലാം എന്റെ ആങ്ങളയുടെ ഏർപ്പാടാ. ആങ്ങളയാണല്ലോ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. അപ്പൊ ഓക്കെ, നീ വൈകിട്ട് ഇങ്ങോട്ട് പോരെ, നമുക്ക് വിവേകിന്റെ കൂടെ സെൽഫി എടുക്കാം. വെക്കില്ലടി. പിന്നെ വിവേക് ഇവിടെ വന്നാ ഭക്ഷണം കഴിക്കുന്നേന്ന് നീ നാട്ടുകാരോടൊന്നും പറഞ്ഞേക്കല്ലേടി. എല്ലാം കൂടി സെൽഫി എടുക്കണോന്നും പറഞ്ഞ് ഇങ്ങോട്ട് നീ ഓടിത്തള്ളും. ഓക്കെ പറഞ്ഞേക്കല്ലേന്ന് അവളോട് പറഞ്ഞ അവൾ ഈ നാട് മുഴുവൻ കടന്നു പറയും. എനിക്ക് അത് മതി. ഓ, ഇങ്ങനെ തളർന്നു കുത്തി വരാതെ ഒന്ന് ഇങ്ങോട്ട് വാ മനുഷ്യ. അയ്യോ എന്താ ആവോലി കിട്ടിയില്ലേ? ഞാൻ വിചാരിച്ചില്ല പാമ്പിരിക്കുക. അല്ല, ആവോലി എവിടെ? ആവോലി കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ തേട് മീൻ വാങ്ങിച്ച്. തേട് നല്ലതാ. ഇതെങ്ങനെ ശരിയാവും? ഫസ്റ്റ് കിട്ടിയ ആൾക്ക് തേട് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് ആവോലിയാ വേണ്ടേ, എനിക്ക് ആവോലിയാ വേണ്ടേ. ഞാൻ ഇന്നലെ കൊറേ മീൻ മേടിച്ചോണ്ടല്ലോ, അതൊക്കെ നീ എന്തെടുത്ത്? അതെല്ലാം ഞാൻ കറി വെച്ചു. ഇത് വിവേക് വരുമ്പോ പൊള്ളിക്കാനാ. നീ സൈക്കോടി, ഒരു ചെറുക്കൻ വരുമ്പോ പൊള്ളിക്കുന്നേ. അയ്യോ, വിവേകിന് പൊള്ളിക്കാനല്ല, ഈ ആവോലി എടുത്ത് വാഴയില് പൊള്ളിക്കാനാ. വിവേകിന് പൊള്ളിച്ചതാ ഇഷ്ടം. ഈ ഇഷ്ടമൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ ഞാൻ യൂട്യൂബ് നോക്കി കണ്ടുപിടിച്ച്. എന്റെ ഇഷ്ടമല്ലോ നിനക്കറിയാവോ? അതിന് നിങ്ങളുടെ യൂട്യൂബിൽ ഞാൻ ഇഷ്ടങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ യൂട്യൂബിലുണ്ട്, പലയിടത്തും ഉണ്ട്. അതൊക്കെ കാണാൻ ഏതെങ്കിലും മൂലയ്ക്ക് പോയി 5 മിനിറ്റ് കാണാനുള്ള അവസരം നീ ഉണ്ടാക്കി തരത്തില്ലല്ലോ. ഓ, ആനാന്ന് പറയുമ്പോളാ ചേനാന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ കയ്യും കാലും വിറച്ചിട്ട് വയ്യ. എനിക്കും കയ്യും കാലും വിറയ്ക്കുന്നു. ഫോൺ നിന്റെ ഇരിക്കുന്നുണ്ട്. വിവേകിനെ ഏത് സോപ്പാണാവോ ഇഷ്ടം? സോപ്പ് വെച്ച് കറി ഉണ്ടാക്കി കൊടുക്കാനോ? കറി ഉണ്ടാക്കാനല്ല, നമ്മൾ ഊണ് കൊടുക്കുമല്ലോ. ഊണ് കൊടുത്തു കഴിഞ്ഞാ പിന്നെ കൈ കഴുകണ്ടേ, അല്ലെങ്കിൽ പിന്നെ നാറത്തില്ലേ? നാറും. നീ വെക്കുന്ന കറിയല്ലേ? അല്ല, നല്ലതായിരിക്കും, നല്ല കറിയായിരിക്കും. എടി, നീ വെക്കുന്ന കറിയൊക്കെ നിന്നെ പോലെ തന്നെ അല്ലേ? അതെന്താ, കറി ചുരിദാർ ഇട്ടോണ്ടാണോ നിക്കുന്നത്? നിസ്സാരപ്പെട്ട ആളല്ല ഇവിടെ ഊണ് കഴിക്കാൻ വരുന്നേ. 1 കോടി വിൻ ചെയ്ത ആളാ. 1 കോടി രൂപ കിട്ടിയിട്ട് ഒരു ഊണ് മേടിക്കാനുള്ള പാങ്ങ് അവനില്ലേ? ദൈവമേ, നല്ലൊരു ഭർത്താവിനെ കിട്ടിയ പഴനിക്ക് പോവാന്ന് ഞാൻ നേർന്നിരുന്നു. 12 കൊല്ലായിട്ട് എനിക്കത് സാധിച്ചിട്ടില്ല. അപ്പൊ 12 കൊല്ലമായിട്ട് നീ നേർച്ച കൊടുക്കാതെ ദൈവത്തെ പറ്റിക്കുകയാണ്. നല്ലതൊന്നും തരാന്നും പറഞ്ഞ് ദൈവം എന്നെയും പറ്റിച്ചില്ലേ? അതെ, നിങ്ങളെ അടുക്കളയിലോട്ട് ഒന്ന് വന്നേ. ഞാനെന്തിനാ അടുക്കളയിലോട്ട് വരുന്നേ? ആ മുളകും പാത്രം ഒന്ന് എടുത്തതാ. നിനക്കെന്താടി അങ്ങോട്ട് എടുത്താ? എന്റെ കൈ എത്തത്തില്ലെന്ന്. നാക്കിന് നല്ല നീളമുണ്ടല്ലോ, എടുക്കാം. നിങ്ങൾ വരൂ, എന്റെ പിന്നാലെ വരും. ഇങ്ങോട്ട് വാടി. എന്തുവാ? മുളക് എടുത്ത് തന്നാ പോരാ? മതി. അതെ, ഞാൻ ഈ മീനും ഇതൊക്കെ മേടിച്ചു തന്നെ എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? നിങ്ങൾ എന്റെ ഭർത്താവായതുകൊണ്ട്. അതുകൊണ്ടല്ല, വിവേക് വരുമ്പോ എനിക്കിവിടെ ഗാനമേളയിൽ ഒരു പാട്ട് പാടാനുള്ള അവസരം നീ വാങ്ങിച്ചു തരണം. കഴിഞ്ഞ ഉത്സവത്തിന് പാടിയത് പോരെ? എത്ര ചീഞ്ഞ മുട്ടയും തക്കാളിയാ കിട്ടിയത്? കഴിഞ്ഞ പ്രാവശ്യമല്ലേ? ഇപ്പൊ ഞാൻ പാടിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പാടുവോ? പാടുവാണെങ്കിൽ ഞാൻ മേടിച്ചു തരാം. അപ്പൊ വിവേക് വന്ന എന്നെ എല്ലാ കാര്യത്തിലും സഹായിക്കോ? സഹായിക്കാം. പാത്രം കഴുകി തരണം, അടിച്ചു വാരി തുടയ്ക്കണം, അലക്കി തരാം. കാല് പിടിക്കണം. കാല് പിടിക്കണ്ട. എന്നാ ഞാനൊരു ശ്രമം നടത്താം. പാടണേ? പാടുവന്ന്. എന്നാ ഞാൻ ഏറ്റു. അയ്യോ, ഒരു മിനിറ്റ്, രാജി വിളിക്കുന്നു. രാജി വെക്കുന്നു എന്നല്ലേ? ഹലോ, എടി പറയടി. വിവേക് വരുന്നുണ്ടടി. നീ വരുന്നുണ്ടോ? വാ. സന്തോഷേട്ടനുണ്ടോ? ഓ, സന്തോഷേട്ടനുണ്ടെങ്കിൽ സന്തോഷം. കുപ്പി കൊണ്ടുവരല്ലേ? വേണ്ട, കൊണ്ടുവരണ്ട. കുട്ടേട്ടൻ കുടിക്കത്തില്ല. അങ്ങനെ കുടിച്ച ഒറ്റ വെട്ടിന് 2 തുണ്ട്, അത്രേ ഉള്ളൂ. എന്താടി? ശരിയാ, നീ പറഞ്ഞത് ശരിയാ. ഉത്സവൊക്കെ അല്ലേ, വേണമെങ്കിൽ 2 അടിച്ചോട്ടെ, സാരമില്ല. ഓക്കെ, ശരിയാ. പൊട്ടി. ഞാൻ പൊട്ടിയാണെങ്കിൽ നിങ്ങൾ പൊട്ടാൻ. അതല്ല, കുപ്പിയാ. അയ്യോ, കാറിന്റെ സൗണ്ട് അല്ലേ കേൾക്കുന്നത്? കാറിന്റെ സൗണ്ടാ? ചെല്ലുന്ന് അങ്ങോട്ട്. ഞാനൊരു പാട്ട് പാടാം, കുഞ്ഞുമണി വീണമിട്ടാം പാട്ട്. സാറേ, എന്റെ പേര് ജലജ. ഇതെന്റെ ഭർത്താവാണ് കുട്ടൻ. എന്റെ ആങ്ങളെയായിരുന്നു പ്രസിഡന്റ്. ഇന്ത്യയുടെ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ്. അതെ, എന്റെ ആങ്ങളെയാണ് ഇവിടെ ഊണ് കഴിക്കാനായിട്ട് ക്ഷണിച്ചത്. എല്ലാ ആങ്ങളുടെ മേൽനോട്ടാ. ഒരുപാട് കാലായി എനിക്കിങ്ങനെ സാറിന് എന്തെങ്കിലും ഒന്ന് നേരിട്ട് കണ്ട കെട്ടിപ്പിടിക്കണമെന്ന്. ഒത്തിരി ഫാൻസിന്റെ ആഗ്രഹമാണ് എന്നെ കണ്ട കെട്ടിപ്പിടിക്കണം. നമ്മുടെ പിന്നെ കലാകാരന്മാരല്ലേ, അത് നിന്ന്
തന്നെ കൊടുക്കണം. അതെ, അവക്ക് വേണ്ടി കേട്ടോ. സാറേ വാ ഇരിക്ക്, ഇരിക്ക്, ഇരിക്ക്. Thank you, thank you. ഇരിക്ക്, ഇരിക്ക്. Thank you, thank you, thank you. അല്ല, ഞാനങ്ങനെ അധികം സംസാരിക്കാറില്ല കേട്ടോ. എന്താ വായി പഴമാണോ? അതല്ല, ഞാൻ ഈ വോയിസ് റെസ്റ്റ് കൊടുക്കുകയാണ്. അല്ല, അപ്പൊ ഗാനമേളക്ക് ആരാ പിന്നെ ഡ്യൂപ്പിനെ കൊണ്ട് പാടിക്കൂ? ഞാൻ തന്നെ പാടും. നമ്മൾ ഈ തോട്ടിന്റെ സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വോയിസ് റെസ്റ്റ് കൊടുക്കാൻ ആവശ്യമായിട്ട് നമ്മൾ സംസാരിക്കാറില്ല. പിന്നെ കോമഡി ആയിരിക്കും. കോമഡി പിന്നെ ഒരു മെഗാ ഷോ കൂടെ നടത്താൻ എന്തായിരുന്നു? എന്റെ കൂടെ വരുന്നുണ്ട്. അതെ, കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണോ? ഇല്ല, എന്ത് പറ്റി? അല്ല, ഈ ഷെർവാണിയൊക്കെ ഇട്ടിട്ട്. അയ്യോ, ഞങ്ങള് സിംഗേഴ്സ് പ്രോഗ്രാമിന് ഇടുന്ന കോസ്റ്റ്യൂം ആണത്. സാറേ, പിന്നെ ഞാൻ ടിവിയിലെ ആദ്യം തൊട്ടുള്ള എല്ലാ എപ്പിസോഡും ഞാൻ കാണും. ഞാൻ ഇതൊന്നും കാണാത്ത തോന്നുന്നു. ആര് പറഞ്ഞു നമ്മൾ ഒരുമിച്ചിരുന്നല്ലേ? അതെ, ഞാൻ ഇവിടെ കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ നോക്കും. ആ സമയത്ത് പരസ്യം പിന്നൊന്നും കാണാനും. അല്ല, ഈ പാട്ട് മാത്രമേ ഉള്ളൂ? വേറെ പുതിയ എന്തെങ്കിലും പരിപാടി? വേറെ ഞാനിപ്പോ ഒരു കവർ സോങ് പാടിയിട്ടുണ്ട്. കവറിനകത്താണോ ഇപ്പൊ സോങ്? ഞങ്ങളൊക്കെ കവർ ഇങ്ങനെ എടുത്ത് അതിനകത്ത് ഇങ്ങനെ ഊതി വരും, ഇങ്ങനെ വീർത്ത് വരും, ഇങ്ങനെ അടിച്ചു പൊട്ടിക്കും. ഈ കലത്തിനകത്ത് തലയിട്ട് പാടുന്നത് നല്ല എക്കോ കിട്ടും. അങ്ങനെ ഉണ്ട്. അതെ, ഒന്നും വിചാരിക്കല്ലേ, എന്റെ ഭർത്താവ് ഭയങ്കര ഒരു നിഷ്കളങ്കനാ. പുള്ളി പെട്ടെന്നൊന്നും ആരെയും അംഗീകരിക്കത്തില്ല. യേശുദാസിന് തന്നെ ഈ ഇടയ്ക്ക് അംഗീകരിച്ചത്. ഈ ഗാനമേള കൊണ്ട് അങ്ങനെ ജീവിക്കാനൊക്കെ ഉള്ള ഒട്ടച്ചെലവിനൊക്കെ ഉള്ളത് കിട്ടുമോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് പോകുന്നുണ്ട്. ഒരു ഗാനമേളക്ക് എത്ര രൂപ കിട്ടും? ഒരു ഗാനമേളയ്ക്ക് 4 ലക്ഷം കിട്ടും. 4? ടാക്സ് ഒക്കെ പോയിട്ടൊന്നും കാണത്തില്ല കയ്യിൽ. അല്ലേ? കഷ്ടപ്പാട്. ചേട്ടൻ എന്താ ജോലി? ഞാൻ കൽവെട്ട്. കല്ലുവെട്ട്. എന്ത് കിട്ടും? ഇടയ്ക്കിടയ്ക്ക് കാലിന് വെട്ട് കിട്ടും. അതെ, ഒരു ഗസ്റ്റ് വന്നിരിക്കുന്നല്ലേ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കണ്ടേ? ഒരു ചായ എടുക്ക. ഞാൻ ചായ കുടിക്കില്ല. അല്ലല്ല, എനിക്ക് ഗസ്റ്റ് വരുമ്പോ എനിക്ക് തലവേന, അപ്പൊ ഞാൻ ചായ കുടിക്കില്ല. ഞാൻ ഇതുപോലെ ചുക്കുവെള്ളം കുടിക്കുക. ചുക്കുവെള്ളം ദാസേട്ടൻ ഇതാ കുടിക്കുക. അപ്പൊ പിന്നെ അദ്ദേഹം വേറെ എന്താ കുടിക്കും എടുത്തോണ്ട് വന്നിട്ട്? ഇതിൽ നിന്നല്ല കുടിക്കുന്നത്, അദ്ദേഹം കുടിക്കുന്നത് വേറെ ഫ്ലാസ്ക്. ഇത് എന്റെ ഫ്ലാസ്ക്. അതെ, എന്നാ പിന്നെ ഞാൻ ചായ എടുത്തിട്ട് വരാം. നിങ്ങൾ എന്തായാലും സംസാരിക്കേ. അത് വേണോ? അല്ല, സംസാരിക്കേ. ഇപ്പൊ വരാം. മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? മീനെന്ന് പറഞ്ഞ ഞാൻ ചാകും. പൂച്ചയുടെ ജന്മമാണോ? അല്ല, പൂച്ചയാണ് ഈ മീനെന്ന് പറഞ്ഞാൽ ചാകുന്നത്. ഇവിടെ ഒരു പൂച്ചയുണ്ട്. മീനെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് തോന്നുന്നത് തലയിടും. ഞാൻ എറിഞ്ഞു തള്ളി ഓടിക്കും പുല്ലിനാണ്. ഒരു വലിയ കല്ല് നമ്മുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല, പൂച്ച വരുമ്പോ എറിയാൻ വേണ്ടി. പൂച്ച വരും. സാറേ, ഒരു കാര്യം പറയാൻ. പറഞ്ഞു. സാറേ, അതെ, എന്റെ ഭർത്താവേ ഒരു പാടും. പാടൂല്ലേ? അങ്ങനൊന്നുമില്ല. 2 വരി എനിക്ക് വേണ്ടി പറഞ്ഞു പ്ലീസ്. അല്ല, ഈ വലിയ പാട്ടുകാരുടെ മുമ്പിൽ നമ്മള് ചെറിയ പാട്ടുകാരൊക്കെ. പാട്ടിൽ അങ്ങനെ വലുത് ചെറുത് അങ്ങനെയൊന്നും ഇല്ല. പാട്ടെല്ലാം ഒന്നിനും 2 വരി. അല്ലല്ല, അതൊരു മൂടില്ല. അല്ല, പാടും. ഒരു മൂഡ് നമുക്കറിയാമല്ലോ, അതിനൊരു മൂഡ്. അതെ, ശരിയാണ്. അല്ലെങ്കിൽ ചില ആൾക്കാർ ഷൈ ആയിട്ട് ഈ ശ്രുതി ഒന്നും കറക്റ്റ് വരില്ല. സാരല്ല. കുഴപ്പമില്ല. നമുക്ക് 2 വരി പാടാം. ഇനി കുഴപ്പമില്ല. നമുക്ക് 9 മണി 9:30. ഞാനേ ഒരു ഹമ്മിങ് ഇല്ലേട്ടാ. ഇനിയിപ്പോ സമയം നിങ്ങൾ സാരല്ല. അപ്പൊ നമുക്ക് 12 മണിക്ക് ചേട്ടാ, ഒരു സെക്കൻഡ് ചേട്ടാ. എയർപോർട്ടിൽ വന്നിട്ട് ഫ്ലൈറ്റ് എടുത്ത് ചെന്നൈ പോകണം. നാളെ റെക്കോർഡിംഗ് ഉണ്ട്. അതാണ്. അല്ല, 2 വരി പാടുന്നിട്ട് കുഴപ്പമില്ല, ഒന്നും കുഴപ്പമൊന്നുമില്ല. 2 വരി വേണ്ട, അതിന്റെ ആവശ്യമില്ല. എനിക്ക് നീ പാടാൻ അവസരം മേടിച്ചിരാന്ന് പറഞ്ഞിട്ട് 2 വരി ഇവിടെ പാടാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ തൊണ്ടയ്ക്കകത്ത കോഴിക്കട്ടെ ഞാൻ ജാട ഇട്ട് നോക്കി. അത് പോട്ടെ, കുഴപ്പമില്ല. എനിക്ക് 2 വരി പാടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാം. ഞാൻ എങ്ങനെ അവസരം ഉണ്ടാക്കി തരാം. മിണ്ടാതിരിക്കാം അവിടെ. അല്ലെ, ഞാൻ ചോദിക്കും. വേണ്ട, ഞാൻ ചോദിച്ചോളാം. അല്ല, ഞാൻ ചോദിക്കാം. അതെ, ശരി. ഇപ്പൊ ഗാനമേള നടക്കുമ്പോഴേ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 2 വരി പാടാനുള്ള ഒരു അവസരം. അതെ, പാവാ സാറേ. 2 വരി എന്ന് പറഞ്ഞ ഒരു 6 പാട്ടിന്റെ 2 വരി വെച്ച് ഇങ്ങനെ അങ്ങോട്ട്. മേഡം, നിങ്ങൾ എന്താ കേൾക്കുന്നില്ലേ മേഡം? നിങ്ങൾ 4 ലക്ഷം മുടക്കി വിളിച്ചെടുത്തി എന്നെ അല്ലേ? അപ്പൊ ഇയാൾ കയറി പാടിയൊന്നും കൊളായി കഴിഞ്ഞാൽ ഇതിന് സമാനം ഞാൻ പറയണ്ടേ? അല്ലെങ്കിൽ തന്നെ മേഡം ഒന്ന് പറഞ്ഞു കൊടുക്ക്. എന്റെ പൊന്നു സാറേ, ഞാൻ ഈ പേട്ട് തലയ്ക്കകത്ത് പറഞ്ഞതാ. നല്ലൊരു ഗാനമേള നടക്കുമ്പോ അതിന്റെ ഇടയിൽ കുത്തി കയറ്റി ഉണ്ടാക്കാൻ നിൽക്കണ്ടാന്ന്. നിങ്ങൾക്ക് എന്നാത്തിന്റെ കേടായിരുന്നു. അല്ലെങ്കിൽ തന്നെ എന്റെ ഷോയെ വേറെ ആരും പാടിക്കാറില്ല. വെരി സോറി കേട്ടോ. മേഡം, ഫുഡ് എടുക്കുമ്പോൾ അന്നേരം പാടിയാ മതിയായിരുന്നു. എന്റെ കയ്യിലെ കാശ് മേടിച്ച് മീനും തിന്നിട്ട് എനിക്ക് പാടാൻ. എടാ ബാബു, അണ്ണാ, നീ നമ്മുടെ സുമേഷിനെ വിളിച്ചോണം, രാജനെ വിളിച്ചോണം. ഇവർ 2-3 പേരെ എല്ലാവരും വിളിച്ചോ. മറ്റേ വിവേകിന്റെ ഗാനമേള അങ്ങോട്ട് തുടങ്ങുമ്പോണ്ടല്ലോ, ഊക്കി വിളിച്ച് കയറ്റി കൊടുക്കണം അങ്ങോട്ട്. അണ്ണാ, ആരെങ്കിലും കൂടി കഴിഞ്ഞാൽ കുറുമുട്ട അടിച്ചോടിക്കുമെന്നാണ് കമ്മിറ്റിക്കാർ പറഞ്ഞിരിക്കുന്നത്. എന്നാ വേണ്ട, എന്തിനാ പുല്ല്. TV പാടുമല്ലോ, ഞാൻ തച്ചിനെടുത്ത് പോവും.
ചേട്ടാ പോയി പോയി. പോയോ അത് വഴി അങ്ങ്? അയ്യോ അതുവഴിയല്ല ചേട്ടാ, ഞാൻ വിവേകിന് ഭക്ഷണം വിളമ്പി കൊടുക്കുവായിരുന്നു. ഞാനിതിപ്പോ എങ്ങനെ പറയും ചേട്ടാ? എന്താടി കാര്യം പറ. അതെ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ മീന്റെ മുള്ളു തൊണ്ടക്കകത്ത് കുടുങ്ങി. മീന്റെ മുള്ളു തൊണ്ടക്കകത്ത് കുടുങ്ങി? ആ, ഇപ്പൊ സംസാരിക്കാൻ വയ്യ. എവിടെ അവൻ വരുന്നുണ്ട്, വരും. അതെ, മീന്റെ മുള്ളു കുടുങ്ങിയോ ശരിക്കും? താഴോട്ട് പോകുന്നില്ലല്ലോ. സംസാരിക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. പാടാൻ ഒട്ടും പറ്റത്തില്ലല്ലോ. കൊടുകൈ. എന്റെ പൊന്നു ദൈവമേ, ഞാൻ നാട്ടുകാരോട് എന്തോ ഉത്തരം പറയും. നാട്ടുകാരോട് നീ എന്തോ ഉത്തരം പറയാനാ? സെൽഫി എടുക്കാനായിട്ട് കുറെ പെണ്ണുങ്ങൾ വരൂലേ, ഞാൻ എന്തോ പറയും ചേട്ടാ. നിങ്ങൾക്ക് എത്ര പേയ്മെന്റ് എന്ന് പറഞ്ഞേ? 4 ലക്ഷം. 4 ലക്ഷം രൂപ മേടിച്ചിട്ട് മീനോട് ഇത്രോ ആക്രാന്തുള്ള ഒരു ഗായകനെ എന്തോ ചെയ്യൂന്ന് പറഞ്ഞു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്നിട്ട് ഈ മീനൊക്കെ ആക്രാന്തത്തോടുകൂടി വലിച്ചു വാരി കേറ്റുമ്പോ അറിയാവോ മുള്ളിനകത്ത് കുടുങ്ങുമെന്ന്? ആടാൻ വരുമ്പോ ആ കാര്യത്തിലൊരു ശ്രദ്ധ വേണമായിരുന്നു. ഹലോ സാറേ, അതെ പിന്നെ ഇന്ന് ഗാനമേള നടക്കത്തില്ല കേട്ടാ. ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോ മീന്റെ മുള്ളു തൊണ്ടേ കുടുങ്ങി. ചെറുതായിട്ടല്ല കുടുങ്ങിയിരിക്കുന്ന, കുത്തിക്കേറി ഇരിക്കുക, ഇറങ്ങത്തില്ല. പാടാൻ പറ്റത്തില്ല, പാടാൻ പറ്റത്തില്ല. എന്തെങ്കിലും ശരി. എന്താ പറഞ്ഞു? അമ്പലത്തിന്റെ അങ്ങോട്ട് വിട്ടാ മതി, വണ്ടി വിടാം, ഹോസ്പിറ്റലിൽ പോവാന്ന്. ആശുപത്രി പോണോ? ഞങ്ങൾ വരണോ? അല്ലെങ്കിൽ വരാതിരിക്കാ. ചെല്ലെന്നാ നാട്ടുകാരോട് നമ്മൾ എന്തോ പറയും ചേട്ടാ. എന്നെ സെക്രട്ടറി വിളിക്കും. അയ്യോ. ഹലോ അളിയ, സംഭവമൊക്കെ അറിഞ്ഞല്ലോ. നേരെ അവിടെ ഊണ് കഴിക്കാൻ വിട്ട് മുള്ളു തൊണ്ടേ കുരുങ്ങി. ഇപ്പൊ ഗാനമേള നടക്കുമെന്ന് തോന്നുന്നില്ല. അതെ, ഞാൻ അറിഞ്ഞു. ഒരു കാര്യം ചെയ്യാം, എന്തായാലും നിന്റെ പാട്ടങ്ങ് വെക്കാം. എങ്ങനെ? നിന്റെ ഗാനമേളങ്ങ് വെക്കാം. ഈ എന്തിനാണ് നമ്മൾ ദൂരെ ഉള്ളവരെയൊക്കെ വെക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാർ വളർന്നു വരട്ടെ. അതെ, ഗതി കെടുമ്പം നാട്ടിലുള്ള കലാകാരന്മാർ വളർന്നു വരട്ടെ, കാശുള്ളപ്പം മറ്റൊരു വളരട്ടെ. അത് കൊള്ളാം. അപ്പൊ ഞാൻ വന്ന് പാടണം. എന്തായാലും വന്നത് പാടണം. ഈ ഓർക്കസ്ട്ര ഒക്കെ ഉണ്ടല്ലോ, അപ്പം നിന്റെ ഒരു പാട്ട് വെക്കാന്നാണ് ഞങ്ങളുടെ കമ്മിറ്റിയുടെ ഒരു തീരുമാനം. ശരി, കാർ അയക്കാം. ഈ പാട വരുമ്പത്തോടെ നടന്നു വരുന്ന ദൂരമുള്ളടത്താണ്. ഞാനങ്ങ് വരാം. എന്നാ പിന്നെ പെട്ടെന്ന് വാ. ഓക്കെ. ഞാൻ പാടാം. നിങ്ങൾ എവിടെ പോണ്? ഞാൻ പോയി പാടാൻ പോന്നു. നിങ്ങൾ പാട്ട് പാടാൻ പോവാണോ? കഴിഞ്ഞ കൊല്ലം തന്നെ ചീഞ്ഞ മുട്ടയും തക്കാളിയും കിട്ടിയത് ഓർമ്മ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ വർഷമല്ലേ? ഇപ്പൊ പാടി ഞാൻ ശരിയാക്കി വരുന്നുണ്ട്. നിങ്ങൾ എനിക്ക് തീരെ വിശ്വാസമില്ല. നിങ്ങൾ ഇപ്പൊ പാടാതിരുന്ന ഉത്സവത്തിന്റെ ഒരു പരിപാടിയെ മുടങ്ങത്തുള്ളൂ. നിങ്ങൾ ഇപ്പൊ പാടിയാ ഈ ജന്മത്തെ പിന്നെ ഉത്സവം കാണത്തില്ല. ഇതെന്തുവാ സ്വാഗതം? ഇത് ഇങ്ങനെ ഒരു സാധനം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.